നമസ്കാരം. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആധുനിക കാലത്തെ സംഘർഷങ്ങളും യുദ്ധങ്ങളുമെല്ലാം പരിമിതമായ ദിവസത്തേക്ക് മാത്രം ഒതുങ്ങുന്നില്ല എന്ന് മാത്രമല്ല, മാസങ്ങളും വർഷങ്ങളായി അത് തുടരുകയുമാണ്. ഉദാഹരണത്തിന് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം, യുദ്ധം അത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ അവസാനിക്കും എന്ന് കരുതിയതാണ്. പക്ഷേ റഷ്യയ്ക്ക് ഇതുവരെ അവരുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ടില്ല. അവരിപ്പോഴും യുദ്ധത്തിലാണ്. യുക്രൈൻ അവിടെ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് പല രാജ്യങ്ങളുടെയും സഹായത്തോടു കൂടിയാണെങ്കിലും ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. ഇപ്പുറത്ത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷമായിക്കോട്ടെ, അതും ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് ഒരു വർഷത്തോട് അടുക്കുകയാണ് അവരുടെ സംഘർഷം. ആദ്യം ഇസ്രായേലും ഹമാസും തമ്മിലായിരുന്നുവെങ്കിൽ പിന്നീട് ഇസ്രായേലും ഹിസ്ബുള്ള, ഹൂത്തി പോലുള്ള ഭീകരവാദ സംഘടനകളുമായിട്ടാണ്. രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേലും ഭീകരവാദ സംഘടനകളും തമ്മിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇസ്രായേലും ഇറാനും പോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും സംഘർഷം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. യുദ്ധം വരുത്തി വയ്ക്കുന്ന വിനകൾ അത് ആ രാജ്യത്തിന് മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ സമീപകാല ചരിത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ വായിച്ചെടുത്തതാണ്. ഇപ്പോഴിതാ ഇസ്രായേലിന് ഈ യുദ്ധം എന്തുമാത്രം സ്വാധീനം ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് മൂഡീസ് എന്ന അന്താരാഷ്ട്ര നിക്ഷേപ ഗവേഷണ സ്ഥാപനം. മൂഡീസ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ റാങ്കിങ്, ഇസ്രായേലിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് അത് 2 തവണയായി കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇനിയും കുറയാനുള്ള സാധ്യതയുണ്ട് എന്ന് മൂഡീസ് നൽകിയിരിക്കുകയും ചെയ്യുന്നു. അതിന് മൂഡീസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നത് ഇസ്രായേലിനെ പോലെയുള്ള രാഷ്ട്രങ്ങൾ, റഷ്യയെ പോലുള്ള രാഷ്ട്രങ്ങൾ അവരെല്ലാം ഇത്തരത്തിലൊരു യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് കൃത്യമായി ഒരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാവും. അതായത് ഏത് ഘട്ടത്തിലാണ് നമ്മൾ യുദ്ധം നിർത്തേണ്ടത്, എത്ര ദിവസം യുദ്ധം ചെയ്യാൻ നമുക്ക് ശേഷിയുണ്ട്, ഏത് ലക്ഷ്യമാണ് നമ്മൾ നേടേണ്ടത്, അതിനുശേഷം പിൻവലിയുന്നത് എങ്ങനെ എന്നൊക്കെയുള്ള കൃത്യമായ എക്സിറ്റ് പ്ലാനുകളുണ്ട്. ഈ എക്സിറ്റ് പ്ലാനുകൾ ഇല്ലാതെ യുദ്ധത്തിനിറങ്ങുന്നതോ അല്ലെങ്കിൽ എക്സിറ്റ് പ്ലാനുകൾ വിജയിക്കാത്തത് കൊണ്ടോ ആണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ നീണ്ടുപോകുന്നത്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി എക്സിറ്റ് പ്ലാൻ ഇല്ല എന്നതാണ് ഇപ്പോൾ മൂഡീസ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ഇസ്രായേൽ വലിയ രീതിയിൽ യുദ്ധത്തിന് ചെലവുകൾ നടത്തുന്നു. ഇത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതിൻ്റെ ആഘാതത്തിൽ നിന്ന് തിരിച്ചു കയറാൻ സമയമെടുക്കും. അതെല്ലാം കൊണ്ട് തന്നെയാണ് നിക്ഷേപകർക്ക് മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇപ്പോൾ അന്താരാഷ്ട്ര ഏജൻസികൾ താഴ്ത്തുന്നത്. എന്തായാലും ഇസ്രായേലിനെ അത് ബാധിച്ചിട്ടില്ല. ഇസ്രായേൽ നിർബാധം യുദ്ധം തുടരുകയാണ്. ഇസ്രായേലിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് അല്ലെങ്കിൽ ഇസ്രായേലും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിലെ വ്യത്യാസമെന്നത്, റഷ്യ നിരന്തരം ഇങ്ങനെ യുദ്ധം ചെയ്യുകയാണ്. അവർ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നു, പക്ഷേ അത് വീണ്ടും യുക്രൈൻ പിടിച്ചെടുക്കുന്നു, അങ്ങനെ പോകുന്നു. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർ ഹമാസിനെ നിലംപരിശാക്കിയിരിക്കുന്നു, ഇപ്പോൾ ഹിസ്ബുള്ളയെയും നിലംപരിശാക്കിയിരിക്കുന്നു, അടുത്ത് ഇറാനെ യുദ്ധത്തിന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ആത്മവിശ്വാസം ഒട്ടും കുറവല്ല. ലെബനനിലുള്ള ഹിസ്ബുള്ള എന്ന ഭീകരവാദിയുടെ തിരിച്ചടിക്കാനുള്ള ശേഷിയെ മുഴുവൻ ഇല്ലാതാക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയിൽ യുദ്ധം വരുത്തി വച്ചിട്ടുള്ള നഷ്ടം അത് കനത്തതാണ്. അതിൽ നിന്നും കരകയറാൻ ആ രാജ്യം വലിയ ശ്രമം നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.